അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. നിരന്തരം ലഹരിക്ക് അഡിക്റ്റ്, അതും സിന്തറ്റിക് ലഹരിക്ക് അഡിക്റ്റായ ഒരാൾ, വീടും വേണ്ട കുടുംബം വേണ്ട ഒരു ജാതി നടത്തം, കള്ളുടിക്കും, MDM അടിക്കും. ഇവരൊരിക്കലും സ്വലാത്ത് മജ്‌ലിസിന് പോയി. അപ്രതീക്ഷിതമായിട്ട് പോയതാ. അതായത് ഒരു ഫാമിലി അവരുടെ വണ്ടിയിൽ ഡ്രൈവറായിട്ട് വിളിച്ചു. അതായത് സാധാരണ ആ ഒരു ഫാമിലി പോകുമ്പോൾ അവരുടെ സ്ഥിരം ഒരു ഡ്രൈവർ ഉണ്ട്. ആ ഡ്രൈവറെ കിട്ടിയില്ല. അപ്പോൾ ആ ഡ്രൈവർ വേറൊരാളെ പകരമായിട്ട് ഡ്രൈവിംഗ് ഏൽപ്പിച്ചു. അങ്ങനെയാണ് ഈ MDM അടിക്കുന്ന ഷാക്കിർ എന്ന പേരുള്ളൊരു യുവാവ് ഈ ഒരു ഫാമിലി ഡ്രൈവറായിട്ടൊരു സ്വലാത്ത് മജ്‌ലിസിന് പോകുന്നത്. അപ്പോൾ സ്വലാത്ത് മജ്‌ലിസിനാണെന്ന് ഇയാൾ അറിഞ്ഞിട്ടില്ല. ഒരു ഫാമിലിയുടെ കൂടെ ഒരു ട്രിപ്പ് ഉണ്ട്. ഒരു ഉച്ചക്ക് പോയി കഴിഞ്ഞാൽ ഒരു വൈകുന്നേരം ഒരു രാത്രി 10 മണിയാവും തിരിച്ചു വരാൻ. നല്ല കാശ് നന്നായിട്ട് കിട്ടും ഇൻഷാ അല്ലാ. അപ്പോൾ ഷാക്കിർ ആലോചിച്ച്, ഇപ്പോൾ തൽക്കാലം മഴയൊക്കെ അല്ലേ, വലിയ വരുമാനമൊന്നും ഇല്ലല്ലോ, ആയിക്കോട്ടെ പോവാലോ എന്ന് കരുതി അവിടെ പോയിരുന്നിട്ട് തൻ്റെ കാര്യങ്ങളൊക്കെ ഫോണിൽ നോക്കിയിരിക്കാലോ എന്ന് കരുതിയിട്ട് പോയതാണ്. അപ്പോൾ ആ ഒരു വണ്ടിയിൽ ഒരു വലിയൊരു ഉസ്താദും ഉണ്ട്. ആ ഉസ്താദിനെ ഈ ഫാമിലി കൂടെ കൂട്ടിയതാണ്. അങ്ങനെ നേരം വൈകുന്നേരമായി. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ പരിപാടി ഉള്ളത്. വൈകുന്നേരമായിട്ട് അവിടെ അടിപൊളി മന്തിയും പരിപാടികളൊക്കെയാണ്. അപ്പോൾ ഈ വീട്ടുകാരൻ ഇയാളെ വിളിച്ചു, ഡ്രൈവറെ വിളിച്ചു. എടാ നല്ല മന്തി ഉണ്ട്, നല്ല ആട് മന്തി, മട്ടൻ മന്തി, ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ട്, ഇങ്ങോട്ട് വായോ, ഇത് തിന്നാനെങ്കിലും വന്നൂടെ എന്ന് പറയും. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, വന്ന സമയത്ത് അവിടെ കാണുന്ന ഒരു കാഴ്ച, എല്ലാവരും കൂടി ജമാഅത്തായിട്ട് ഇശ നിസ്കരിക്കുകയാണ്. ഇപ്പോൾ ഇയാളെന്ന് പറഞ്ഞാൽ തന്നി MDM ഒരാളാണ്. കുടുംബമൊന്നും കൃത്യമായിട്ട് നോക്കൂല, ഭാര്യ മക്കളൊക്കെ തെറ്റിപ്പോയി, ഉമ്മാനെ വരെ അടിച്ചിട്ടുണ്ട്. ലഹരി കിട്ടായി കഴിഞ്ഞാൽ ഉമ്മാൻ്റെ നിന്ന് കാശ് എടുക്കും. പണിക്ക് പോണ കാശൊക്കെ ഇങ്ങനെ ലഹരിക്ക് ഉപയോഗിക്കുക. 2-3 തവണ പോലീസ് പിടിച്ചിട്ടുണ്ട്. അവരാണിപ്പോൾ ഈ സ്വലാത്ത് മജ്‌ലിസിനൊക്കെ പോയിട്ട് ഈ ഇശ നിസ്കാരത്തിൽ പങ്കെടുത്തു. അപ്പോൾ അവിടെ നിന്നുള്ള സംസാരങ്ങൾ കേട്ടു. അവിടുത്തെ സ്വലാത്തിലും ദിക്റിലൊക്കെ പങ്കെടുത്തപ്പം അവിടുന്ന് കേൾക്കുന്ന സന്തോഷം റഹ്മത്തിനെ കുറിച്ചിട്ടാണ്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചാണ്, സന്തോഷങ്ങളെക്കുറിച്ചാണ്. ഇവൻ്റെ ഉള്ളിൽ വല്ലാത്തൊരാവശ്യം. അവിടുന്ന് കേട്ടൊരു കാര്യം, അള്ളാഹിൻ്റെ റഹ്മത്ത് വളരെ വിശാലമാണ്. ഒരാളെപ്പോലും നമ്മൾ മോശക്കാരനായിട്ട് പറയരുത്. എത്ര വലിയ തെമ്മാടികളെയാണെങ്കിലും നമ്മൾ ചേർത്ത് പിടിക്കണം. അവിടുത്തെ ഗുരുനാഥൻ പറയാണ്. അപ്പോൾ ഈ ഷാക്കിർ തോന്നി, പടച്ചോനെ ഇത് എന്നോട് പറയണതല്ലേ, ഞാനൊരു വലിയൊരു തെമ്മാടിയല്ലേ, ഞാൻ എൻ്റെ ഉമ്മാനെ ഞാൻ അടിക്കാൻ പോയിട്ടുണ്ട്, മടാലെടുത്ത് ഞാൻ വെട്ടാൻ പോയിട്ടുണ്ട്, എൻ്റെ ഭാര്യ ഞാൻ അടിച്ച് പരുവാക്കി, എൻ്റെ മക്കളോട് ഞാൻ സ്നേഹം കാണിച്ചിട്ടില്ല. ഇവൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇവനോടുള്ളൊരു ചിത്രമായിട്ടാണ് തോന്നുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ആ കഥയാണ് ഈ ഗുരുനാഥൻ പറഞ്ഞു കൊടുക്കുന്നത്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്ര പോണ സമയത്ത്, അറേബ്യയിലേക്കുള്ളൊരു രീതിയാണ്, ഒരു ഭാഗത്ത് ഇങ്ങനെ എന്താ പറയുക, വിറകുകൾ ഇങ്ങനെ തീ കത്തിക്കും. ആ വിറകിൻ്റെ തീയിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ തീക്കായുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ തീ ഇങ്ങനെ കത്തിച്ചു കൊടുത്ത് ഒരു ഉമ്മ തൻ്റെ ഒരു ചെറിയ കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ചിങ്ങനെ ഉമ്മകൾ കൊണ്ട് നിറക്കുകയാണ്. ഇങ്ങനെ തുരുതുരാ ഉമ്മ വെക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെ വിളിച്ച് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ആ ഒരു ഉമ്മ ആ സ്നേഹത്തോടു കൂടി ലാളനയോടുകൂടി ഉമ്മ വെക്കുന്ന തൻ്റെ കുഞ്ഞിനെ ആ അഗ്നികുണ്ഡാരത്തിലേക്ക് എറിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച്. സ്വഹാബികൾ പറഞ്ഞു, ഒരിക്കലുമില്ല, ആ കുഞ്ഞിൻ്റെ ഒരു രോമത്തിന് പോലും തീ ഏൽക്കാൻ ആ ഉമ്മ ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഇതേപോലെയാണ് റഹ്മാനും റഹീമുമായ അള്ളാഹു ഒരിക്കലും തൻ്റെ അടിമകളെ നരകത്തിലിടാനെന്ന് അള്ളാഹു ആഗ്രഹിക്കില്ല. അത്രയും വലിയ കാരുണ്യവാനാണ്. ഇതിങ്ങനെ കേട്ടപ്പോൾ ഈ മനുഷ്യൻ്റെ ഉള്ളിൽ ഒരാൾ പോലും എന്നോട് സ്നേഹങ്ങൾ പറഞ്ഞിട്ടില്ല. ഞാനങ്ങനെ പള്ളിയിൽ വെള്ളിയാഴ്ച പോകട്ടെങ്കിലും ആരും എൻ്റെ മുഖത്തേക്ക് നോക്കലില്ല, ആർക്കും എന്നോട് സ്നേഹമില്ല. കാരണം ഞാനൊരു MDMക്കാരനാണ്, ഞാനൊരു ലഹരിക്കാരനാണ്, പലതവണ ജയിലിൽ കിടന്ന ഒരാളാണ്, അടിയുണ്ടാക്കുന്ന ഒരാളാണ്, എല്ലാവർക്കും എന്നോട് വിരോധമാണ്, ഞാൻ തലതാറ്റി പോകുന്ന ഒരാളാണ്. ഇവിടെ ഇതാ എനിക്ക് വേണ്ടി പോലെ ആ ഗുരുനാഥൻ പ്രസംഗിക്കുകയാണ്. അല്ലാഹുവിനെ റബ്ബേ, ഞാൻ എന്തിനാണ് ഞാൻ കൈവിടുന്നത്? അവൻ്റെ ഉള്ളിലൊരു മാറ്റത്തിൻ്റെ ഒരു അലയൊലികൾ വീഴാൻ തുടങ്ങി. നമ്മൾ അള്ളാഹിൻ്റെ റഹ്മത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? നമ്മളെപ്പോഴും പറയുമ്പോൾ പേടിപ്പിക്കുന്ന, ഭീഷണിപ്പെടുത്തുന്ന, ഇതൊക്കെ വേണ്ട തന്നെയാണ്, ഞാൻ വേണ്ടെന്നല്ല പറഞ്ഞ. ചില ആൾക്കാരെ ഒന്ന് പേടിപ്പിച്ചാലേ നന്നാവുള്ളൂ, അതിനപ്പുറത്തേക്കൊരു സ്നേഹമുണ്ട് എന്ന് പോലും പലരും അറിയാറില്ല എന്നുള്ളത്. നമ്മൾ പറയും ഹൗഫല്ലേ വേണ്ടത്, റജാ അല്ലേ? അതെ, നമുക്ക് റജാ വേണം, അള്ളാഹിൻ്റെ റഹ്മത്തിലെ പ്രതീക്ഷ വേണം. ഹൗഫ് ഭയം വേണം എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു റഹ്മത്ത് നഷ്ടപ്പെടുമോ എന്നൊരു ഭയം, അള്ളാഹിൻ്റെ സ്നേഹം നഷ്ടപ്പെടുമോ എന്നൊരു ഭയം. ചില പോലീസുകാരുണ്ട് അങ്ങനെ, നമ്മുടെ വാഹനം തടഞ്ഞു നിർത്തിയിട്ട് എല്ലാം നോക്കും, ബുക്കുണ്ടോ പേപ്പറുണ്ടോ, ഒന്നുമില്ലെങ്കിൽ എന്നാ സ്മോക്ക് ടെസ്റ്റ് എവിടെ, ഇങ്ങനെ നമ്മളേക്കിൽ നിന്നുള്ള എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തിയിട്ട് ഒരു ഫൈൻ അടിപ്പിക്കാൻ സ്വഭാവമുള്ള ചില പോലീസുകാരോ. അപ്പോൾ ഇതുപോലെ ചില ആൾക്കാരുണ്ട്, നമ്മുടെ കുറ്റങ്ങളും കുറവുകളും മാത്രം കണ്ടെത്തിയിട്ട് അതിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് അതുമാത്രം പ്രസംഗിക്കുമ്പോൾ നമുക്ക് ഈ മതത്തോടെ വിരോധം തോന്നും. മാഷാ അല്ലാ, ഇവൻ നേരെ ഭാര്യയ്ക്ക് വിളിച്ചു, ഉമ്മാക്ക് വിളിച്ചിട്ട് കരയാണ്, ഉമ്മ
ഞാനൊരു സ്വലാത്ത് മജ്‌ലിസിന് വന്നതാണ്. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഉമ്മാനെ കാണാൻ തോന്നി. ഉമ്മാനെ കാണാൻ തോന്നിയിട്ട് ഉമ്മാക്ക് വിളിക്കാൻ. ഇവനും എൻ്റെ ഭാര്യയ്ക്ക് വിളിച്ചു. ഭാര്യ ആദ്യമൊക്കെ കുറേ ചീത്ത കണ്ട് പറഞ്ഞു. അതൊക്കെ ഇവൻ കേട്ടു. ഞാൻ തിരിച്ചു പറയില്ല. എൻ്റെ മോളുടെ സൗണ്ട് കേൾക്കണം. ഇവന് ഒരാൾ ഇവനെ കൗൺസിലിംഗ് ചെയ്തിട്ടില്ല, ഒരാൾ ഇവനെ നന്നാക്കിയിട്ടില്ല. പക്ഷേ കേൾക്കേണ്ട ആളിൽ നിന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളിൽ അള്ളാഹിൻ്റെ നൂറാനിയത്ത് കൊടുത്തു. നമ്മൾ കഥകളിൽ കേട്ടിട്ടില്ലേ, മൊഹീദ്ദീൻ ഷേഖ് വലിയ കൊള്ളക്കാരനെ ഒരു നിമിഷം കണ്ടതുകൊണ്ട് വലിയൻ്റെ സ്ഥാനത്തെത്തിച്ച കഥ. യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഷാക്കിർ ഈ കൂടെ കൊണ്ടുവന്ന ഗൃഹനാഥനോടോ ഉസ്താദിനോടോ തൻ്റെ അനുഭവങ്ങളൊന്നും മൂപ്പരെ ഉള്ളിൽ വലിയ സന്തോഷം വരുമ്പോൾ വെച്ച് ഇനി എന്നാ ഈ സ്വലാത്ത് മജ്‌ലിസ് ഉണ്ടാവുക, ഈ ഇതുപോലത്തെ ഒരു പരിപാടി, ഇവിടുത്തെ ആ ദിക്റുകൾ, അള്ളാഹു എന്നുള്ള ഇസ്മുൽ അഅ്ലം വിളിക്കുന്ന ദിക്റുകൾ എത്ര മനോഹരമായിട്ടാണ് അവർ ആ ഒരു വിളിക്കുന്നത്. അത് ഇനി എന്നാ ഉണ്ടാവുക, ഞാൻ ഇനി വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു ഗൃഹനാഥൻ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഞാൻ എന്നെ വിളിക്കാം. ഞാൻ അങ്ങനെ ഇന്നാളെന്നൊന്നും ഇല്ല, ഞാൻ സ്ഥിരം വിളിക്കുന്ന ഒരാളുണ്ട്. അവൻ മിക്കപ്പോഴും തിരക്കിലാവും. പിടക്ക് ഞാൻ തന്നെ വണ്ടി എടുക്കുക. ഇപ്പോൾ പഴയ പോലെ വയ്യ, ഒരു ധൈര്യമില്ല, ആകെ വണ്ടിയൊക്കെ ബ്ലോക്കല്ലേ. അപ്പം അതുകൊണ്ടാണ് ഒരു ഡ്രൈവറെ ഞാൻ വിളിക്കണത് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് എന്നെ വിളിച്ചോളാം, എനിക്ക് റാഹത്താണെങ്കിൽ. അവനക്ക് വലിയൊരു സന്തോഷം. ഇങ്ങനെപ്പോഴാണ് ആ കൂടെയുള്ള മൊയ്ലിയേര് ഇങ്ങനെ പറഞ്ഞത്, ഇത് മജ്‌ലിസ് ശരിയല്ല, സ്വലാത്ത് മജ്‌ലിസ് ഇതിലൊരു റാഹത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ വെച്ചു എന്തേന്ന് വെച്ചു. അല്ല, ആ പരിപാടിക്കൊക്കെ ചില സ്ത്രീകൾ വരുമ്പോൾ ഞാൻ ആ ബസ്സിൽക്കൊക്കെ ഇങ്ങനെ നോക്കി, പെണ്ണുങ്ങളുടെ മുടിയൊക്കെ കാണുന്നുണ്ട്. ചില പെണ്ണുങ്ങൾ തട്ടിട്ടതൊന്നും ശരിയല്ല. അതുകൊണ്ട് ഇതിലൊരു ബർക്കത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, ആ മനുഷ്യൻ എന്തിനാണ് സ്വലാത്ത് മജ്‌ലിസിന് വരുന്നവരുടെ സ്ത്രീകളുടെ ബസ്സിൽ അയാളുടെ കാര്യങ്ങൾ നോക്കിയാൽ പോരെ? ചില മനുഷ്യരങ്ങനെയാണ്, മറ്റുള്ളവരെങ്ങനെ നോക്കിയിട്ടാണ് വിലയിരുത്തുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരായ ആളുകൾ നോക്കിയിട്ടുണ്ടോ? ചില ആളുകൾ വലിയ പാപങ്ങൾ ചെയ്തവരുണ്ട്. അവരെ നോക്കിയിട്ടാണോ റസൂലുള്ളാഹിനെ വിലയിരുത്തുന്നത്? സ്വഹാബികൾ തമ്മിൽ യുദ്ധങ്ങൾ നടന്നിട്ടില്ലേ? അത് നോക്കിയിട്ടാണോ ഹബീബായ റസൂലുള്ളാഹിനെ വിലയിരുത്തുന്നത്? ഒരു കഥയുണ്ട്. ആ കഥ എങ്ങനെയാണ്, 3 ആത്മാന്വേഷികൾ, അതായത് ആത്മാന്വേഷികൾ എന്ന് പറഞ്ഞാൽ ഈ ചില സൂഫികളുടെ പിന്നാലെയൊക്കെ നടക്കുന്നവരുടെ മുരീദന്മാരായ ആളുകൾ ഒരു ഭാഗത്ത് നമസ്കരിക്കുകയാണ്. അപ്പോൾ ഒരാൾ ഇമാമാണ്, ബാക്കി 2 പേര് മഅ്മൂമീങ്ങളാണ്. ഈ 2 പേര് മഅ്മൂമീങ്ങൾ നടക്കി ഒരാൾ ഇടയിൽ കൂടെ അങ്ങോട്ട് ഓടി. ഒരാൾ ഈ ഇമാമിൻ്റെ മഅ്മൂമിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് ഓടി. അതിൽ നിസ്കരിക്കണ ഒരു നോട്ടാ ഇത്. അയാൾ പിന്നെ ഇതിൽ കൂടെ നടന്നു വരുന്നു. 2-3 തവണ അത് ആവർത്തിച്ച്. അയാളിത് ശ്രദ്ധിക്കാതെ നടക്കണത്, ഈ നിസ്കരിക്കേണ്ട ഇടയിൽ കൂടി നടക്കണതേ. നിസ്കാരം കഴിഞ്ഞ പാട് ഇവർ വിളിച്ചു, എന്താണ് ഈ കാട്ടിയത്? ഞങ്ങൾ നിസ്കരിക്കണം, എനിക്ക് കാണില്ല, ഈ എന്ത് നടക്കണത് എന്ന് ചോദിച്ചു. നിങ്ങളിവിടെ ഉണ്ടായിരുന്നാ? നിങ്ങളിവിടെ നിസ്കരിച്ചിരുന്നു? ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ നായനെ കാണാനില്ല. എൻ്റെ നായ ഈ സ്ഥലത്ത്, എനിക്ക് വല്ല വേട്ടക്ക് പോകണം, ഈ നായ വേണം. നായനെ കാണാതെ ആക്കെ സങ്കടപ്പെട്ട് ഓടുമ്പോൾ അള്ളാഹ് ഞങ്ങളെ കണ്ടിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇയാൾ ചോദിച്ചു, അല്ല നിങ്ങളുടെ അള്ളാഹിനെ കണ്ടിട്ട് നിസ്കരിക്കണം, നിങ്ങൾ വലിയ ആൾക്കാരല്ലേ, നിങ്ങളെങ്ങനെ ഞാൻ നടക്കണം? ഞാൻ എൻ്റെ നായ എന്ന ഉദ്ദേശം മാത്രം ഉണ്ടായപ്പോൾ ഞാൻ നിങ്ങളെ കണ്ടിട്ട് തന്നെ ഇല്ല. എൻ്റെ ഉള്ളിൽ ആ നായ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ അള്ളാഹിനെ മാത്രം കരുതി നിസ്കരിക്കണവരാണെങ്കിൽ നിങ്ങൾ അള്ളാഹിനെ മാത്രമല്ലേ കാണേണ്ടത്? നിങ്ങൾ എവിടുന്ന് ഇന്നങ്ങൾ കണ്ടത് എന്ന് വെച്ചു. മടക്കി നിസ്കരിച്ചോളിയും കാക്കയെന്ന് പറഞ്ഞു. നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയിട്ട് നമ്മൾ നമ്മുടെ അള്ളാഹിനെ കാണാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ വേറെയുള്ളവരെ കാണില്ല. മറ്റുള്ളവരെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തിയിട്ട് നേരെയാക്കാൻ ശ്രമിക്കുന്നതിന് മുൻപ് അവനവൻ്റെ ഉള്ളിൽ വല്ലതുണ്ടോ നോക്കുക. ചില സ്വലാത്ത് മജ്‌ലിസുകൾ, അള്ളാഹുവിൻ്റെ ഇസ്മുൽ ആലം പറയുന്ന വേദികൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഇത് അള്ളാഹു നമ്മളെയൊക്കെ ഹബീബായ റസൂലുള്ളാഹി ഇഷ്ടപ്പെടുന്ന സ്വാലിഹീങ്ങളായ അടിമകളിൽ അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തട്ടെ. നിങ്ങൾ പരസ്പരം പ്രാർത്ഥിക്കുക. ഞാനെന്ന് ചോദിക്കുന്നൊരു ചോദ്യം, ഞാനൊരു ഗായകൻ്റെ ഫോട്ടോ കാണിച്ചു തരാം. ഈ ഒരു ഗായകൻ മലബാറിലുള്ള, മലപ്പുറത്തുള്ള ഒരു ഗായകനാണ്, മാപ്പിളപ്പാട്ട് ഗായകനാണ്. ഒരു പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന ഒരാളായിരിക്കും. ഞാൻ വേറൊന്നും ഞാൻ പറഞ്ഞില്ല, മലപ്പുറം ജില്ലക്കാരനാണ്. പിന്നെ നന്നായിട്ട് പാട്ട് എഴുതുകയും പാട്ട് പാടുകയും ചെയ്യും. ഈ യുവഗായകൻ്റെ പേരെന്താണെന്നുള്ളതാണ് ചോദ്യം. ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.